നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 94/24 LDC തിരുവനന്തപുരം എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ്. അപ്പോൾ എലോങ് വിത്ത് യൂസ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റിൽ ഈ ഭാഗമാണ് നോക്കേണ്ടത്. ദ ടൂറിസ്റ്റ് ഗൈഡ് ഇത് സിംഗുലറാണ്. ഇവിടെ എലോങ് വിത്ത് ദ ടൂറിസ്റ്റ് കൊടുത്തേക്കുന്ന അവിടെ ആ ഭാഗം നോക്കണ്ട. ഫസ്റ്റ് ദ ടൂറിസ്റ്റ് ഗൈഡ് അത് സിംഗുലറാണ്. അപ്പോൾ ഇവിടെ ഹാസ് സിംഗുലറായിട്ടുള്ള വെർബ്, ഓക്സിലറി വെർബ് ഹാസ് വേണം ചേർക്കാൻ. ദ ടൂറിസ്റ്റ് ഗൈഡ് സിംഗുലറാണ്. എലോങ് വിത്ത് ദ ടൂർ ആസ് വെൽ ആസ് വരുമ്പോഴും ഇങ്ങനെയാണ്. റാം ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഹാസ് ഗോൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം പറയുന്ന സബ്ജക്റ്റിൻ്റെ ആ ഭാഗം മാത്രം നോക്കുക. ദ ടൂറിസ്റ്റ് ഗൈഡ് അതുകൊണ്ട് ഹാസ്. ഓപ്ഷൻ എ ഹാസ്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. അപ്പം ലെറ്റ്സ് വന്നതുകൊണ്ട് തന്നെ ഷാൽ വി. ലെറ്റ് വരുമ്പോൾ ഷാലാണ്. ഷാൽ വി ആണ് ക്വസ്റ്റ്യൻ ടാഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേഞ്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹീ സേസ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. ഇവിടെ റിപ്പോർട്ടിംഗ് വേർബ് പ്രസൻറ്റ് ടെൻസ് ആണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, സേസ് എന്നാണ്. അതുകൊണ്ട് ഹീ സേസ് ദാറ്റ് ഹീ ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. ഐ ആം എന്നുള്ളത് ഹീ ഈസ് എന്നാകും. ടെൻസ് മാറാൻ പാടില്ല. ഹീ സേസ് ദാറ്റ് റിപ്പോർട്ടിംഗ് വേർബ് സിംഗുലർ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഹീ സേസ് ദാറ്റ് ഹീ ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. ഓപ്ഷൻ ഡി. Next, if I had money, I dash the poor. If I had money, അപ്പോൾ if ക്ലോസിൽ type 2. If I had money, I would help. ഓപ്ഷൻ സി, I would help. അപ്പോൾ if ക്ലോസിൽ പല ടൈപ്പ് ഉണ്ട്. If I have money അങ്ങനെയാണ് പറയുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ I will help the poor. ഇനി ടൈപ്പ് 2, if I had. ഇവിടെ ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടാണ്. ഹാഡ് കാണുമ്പോൾ ഉടനെ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് പോകരുത്. ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ഹെൽപ്പ് ദ poor. നെക്സ്റ്റ് ആണ്, ഇഫ് ഐ ഹാഡ് മണി. ഇത് ചുരുക്കമായി കാണുന്നതാണ്. ഐ ഒരു റിമോട്ട് പോസിബിലിറ്റിയാണ്. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ്. ഞാൻ സഹായിച്ചേനെ. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ദ പുവർ. If I have money, I will help the poor. If I had money, I would help the poor. If I had money, I would have helped the poor. ഇതാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത് പറഞ്ഞാണ്. If I had money, I would help the poor. The dog belongs to the child. To എന്ന പ്രപ്പോസിഷനാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. The doll belongs to. doll ആണ്. The doll belongs to the child. Identify the കറക്റ്റ് സ്പെല്ലിംഗ്. ഇവിടെ പ്രൊപ്രൈറ്ററി ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, ദ ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ. ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട്, ഒരു തർക്കത്തിനുള്ള കാരണമാകുന്ന സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്നാണ് ഇഡിയം. നെക്സ്റ്റ്, ദ ഡാഷ് ഓഫ് വുൾഫ്സ് ഹൗൾഡ് അറ്റ് ദ മൂൺ. അപ്പോൾ കളക്റ്റീവ് നൗൺ. വുൾഫ്സ് വരുമ്പോൾ ദ പാക്ക് ഓഫ് വുൾഫ്സ് എന്നാണ് കളക്റ്റീവ് നോൺ. ദ പാക്ക് ഓഫ് വുൾഫ്സ്. ഐഡൻറ്റിഫൈ ദ സിനോണിം ഫോർ അമെൻഡ്മെൻറ്റ്. സിനോണിം എന്ന് പറയുമ്പോൾ സിമിലർ മീനിങ് വരുന്ന, പര്യായമായി വരുന്നത്. അമെൻഡ്മെൻറ്റിൻ്റെ മീനിങ് മോഡിഫിക്കേഷൻ. ഈ അമെൻഡ്മെൻറ്റ് നമ്മളെപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്നതാണ്. ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുമ്പോൾ ഫ്രീക്വൻ്റായി കേൾക്കുന്നതാണ് അമെൻഡ്മെൻറ്റ്, മോഡിഫിക്കേഷൻ, അല്ല എന്തെങ്കിലും പുതിയതായി മാറ്റം വരുത്തുന്നത്.
ഇനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ റിലക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അൺവില്ലിങ്, താല്പര്യമില്ലാത്തത്. ഹെസിറ്റൻറ്റും താല്പര്യമില്ലായ്കയാണ് കാണിക്കുന്നത്. വേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ കുറച്ചും കൂടി മോശമാക്കുക, അതാണ് വേഴ്സൺ. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിം ഫോർ ഡെഫിസിറ്റ്. ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ കുറവുള്ളത്, കുറവായിട്ടുള്ളത്, കമ്മിയായി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സർപ്ലസ്, അധികമായിട്ടുള്ളത്, സർപ്ലസ്. ഇനി സ്മഡ്ജ്. സ്മഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഇപ്പം കലുഷമാക്കുക എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ഈ ഓപ്ഷൻസിലുള്ളതിൻ്റെ മീനിങ് ആണ് പറയുന്നത്. സ്മഡ്ജ് ഇപ്പോൾ ഒരു സംഭവം അല്പം കലുഷമാക്കുക, അതായത് ഷീ റബ്ഡ് ഹെർ ഐസ് കെയർഫുള്ളി സോ ദാറ്റ് ഹെർ മേക്കപ്പ് വുഡ് നോട്ട് ഗെറ്റ് സ്മഡ്ജ്ഡ്. ആ മേക്കപ്പ് വളരെ മോശമാകാത്ത രീതിയിൽ കണ്ണൊന്ന് തുടച്ചു, ആ ഒരു അർത്ഥമാണ് സ്മഡ്ജ്. റിപ്രൈസ്. റിപ്രൈസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ്. ഹി റിപ്രൈസസ് ദ റോൾ ആസ് ദ പോലീസ് ഓഫീസർ. ഇപ്പോൾ ഒരു ഫിലിമിൽ പോലീസ് ഓഫീസറായിട്ട് ആക്ട് ചെയ്ത് വീണ്ടും സിമിലർ ടൈപ്പ് ചെയ്യുമ്പോൾ ഹി റിപ്രൈസസ് ദാറ്റ് റോൾ എന്ന് പറയും, വീണ്ടും തനിയാവർത്തനം, പുനരാവിഷ്കരിച്ചു. സിപ്പറ്റ്. സിപ്പറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലഘുഭക്ഷണം, ഇടയ്ക്ക് കഴിയുന്ന ലഘുഭക്ഷണം, സിപ്പറ്റ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്